യെസ്, ഇറ്റ് ഈസ് ഡീൽ. അങ്ങനെ ആ കാര്യങ്ങൾക്ക് തീരുമാനമാകുക. രാഹുലിന്റെ വിശ്വസൻ ആ കാര്യങ്ങൾ ഉറപ്പിച്ചു പറയുകയാ. നഗരസഭയുടെ അധ്യക്ഷ, BJP-യുടെ കൗൺസിലർ, ഈ പറയുന്ന പ്രമീള ശശിധരൻ കോൺഗ്രസിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. യെസ്, ഇറ്റ് ഈസ് ഡീൽ. പാലക്കാട്ട് വലിയ രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടക്കുന്നു. അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവുന്നു. നഗരസഭാ അധ്യക്ഷയായിട്ടുള്ള BJP-യുടെ കൗൺസിലറായിട്ടുള്ള പ്രമീള ശശിധരൻ കോൺഗ്രസിലേക്ക് കടന്നു വരുന്നു. കോൺഗ്രസ് നഗരസഭാ ഭരണം ഉറപ്പിക്കുന്നു. പ്രമീള ശശിധരൻ മാത്രമല്ല കേട്ടോ, പല ആളുകളും, കൗൺസിലർമാരായിട്ടുള്ള പല ആളുകളും പുറത്തേക്ക് വരികയാണെന്ന് പറഞ്ഞാൽ BJP വിട്ടുകൊണ്ട് കോൺഗ്രസ് ക്യാമ്പിലേക്ക് നടന്നു കയറുകയാണ്. രാഹുലിന്റെ രാഷ്ട്രീയ കരുനീക്കം അങ്ങനെ വലിയ ഒരു വിജയത്തിലേക്ക് എത്തിക്കുക. ഇത് കാര്യങ്ങൾ സ്ഥിരീകരിക്കുക. ആരാ പറയുന്നത് രാഹുലിന്റെ വിശ്വസ്തൻ. കളികളൊക്കെ കളിച്ചതും മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതും കരുക്കൾ നീക്കിയതും രാഹുൽ മാങ്കൂട്ടം, പാലക്കാടിന്റെ MLA, ജനങ്ങളുടെ വിശ്വസ്തൻ. ജനങ്ങൾ ഇത്രയധികം സ്നേഹിക്കുന്ന പാലക്കാട്ടെ ജനം ഇരുകൈയും നീട്ടി സ്വീകരിച്ച ഒരു പുകപടലങ്ങൾക്കും ഒരു വിവാദങ്ങൾക്കും യാതൊരുവിധ ആരോപണങ്ങൾക്കും ഈ വ്യക്തിയെ തളർത്താൻ കഴിയില്ല എന്ന് മാത്രമല്ല, തന്നെ തടയുമെന്നും തന്നെ മൂക്കിൽ വലിക്കുമെന്നും കാല് കുത്തിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞവരുടെ അടിവേരറുത്തുകൊണ്ട് പാലക്കാടിന്റെ മണ്ണില് രാഹുലിന്റെ ജൈത്രയാത്ര തുടരുകയാണ് മക്കളെ. ഇനിയും കാണാൻ പോകുന്നുണ്ട് പൂരങ്ങള്. പാലക്കാട് നഗരസഭ മാത്രമല്ല, CPM ഭരിക്കുന്ന കണ്ണാടി ഗ്രാമപഞ്ചായത്തും ഇതേ ഒരു ദിശയിലേക്ക് തന്നെയാണ് യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട്. ഇപ്പൊ നഗരസഭയുടെ കാര്യങ്ങളിലേക്ക് വരാം. ഇന്നലെ ഫേസ്ബുക്കില്, സോഷ്യൽ മീഡിയകളിലൂടെ ഞാൻ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് പാലക്കാട്ട് BJP ഭരിക്കുന്ന നഗരസഭ, ആ നഗരസഭയുടെ ചെയർപേഴ്സൺ അധ്യക്ഷയായിട്ടുള്ള പ്രമീള ശശിധരൻ അടങ്ങുന്ന മറ്റ് 1-2 കൗൺസിലർമാർ അടങ്ങുന്ന ആളുകൾ, BJP-യുടെയും CPM-ന്റെയും അടക്കമുള്ള കൗൺസിലർമാരും ഈ പ്രമീള ശശിധരനും കോൺഗ്രസ് ക്യാമ്പിലേക്ക് വരികയാണ്. അവരുടെ കോൺഗ്രസ് പ്രവേശം അടുത്ത് തന്നെ ഉണ്ടാകും. ഞാൻ അതിനൊരു കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് ഇത്ര വൈകുന്നത് എന്നുള്ളതിന്. അത് വൈകുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ പറയുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഈ ഭരണ സംവിധാനത്തിന്റെ കാലാവധി പൂർത്തീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു, രാഹുലുമായി അടുത്ത ചില ആളുകൾ, പാലക്കാട്ട് നിന്നുള്ള രാഹുലിന്റെ സ്വന്തം ആളുകളായിട്ടുള്ള, രാഹുലുമായി അടുത്ത ബന്ധമുള്ള ആളുകളിൽ നിന്ന് ലഭിക്കുന്ന ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് തുറന്ന് പറയാനോ പേരുകൾ വെളിപ്പെടുത്തുവാനോ അതല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസുകളിലേക്ക് കടക്കുവാനോ സാധ്യമല്ല. അങ്ങനെ പറയരുത് എന്നുള്ളത് നമുക്ക് ഇൻഫർമേഷൻ തന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പറയാതിരുന്നത്. പക്ഷേ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആ കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ട സമയമാകുമ്പോൾ, അത് പുറത്തു വിടേണ്ട സമയമാകുമ്പോൾ അവർ പുറത്തു വിടും, അന്ന് നിങ്ങൾ പേരും കാര്യങ്ങളും ഒക്കെ വെളിപ്പെടുത്തിക്കോ എന്നാണ് പറഞ്ഞത്. ഇപ്പോ ഇന്നലെ മൻസൂർ മണലാഞ്ചേരി പാലക്കാട് നഗരസഭയിലെ കൗൺസിലറാണ്. ആ മൻസൂർ മണലാഞ്ചേരി UDF-ന്റെ കൗൺസിലറാണ്, കോൺഗ്രസിന്റെ കൗൺസിലറാണ്. ഈ മൻസൂർ മണലാഞ്ചേരി ഇന്നലെ തന്റെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പങ്കുവെച്ച ഒരു ചിത്രമാണ് നിങ്ങൾ ഇത്രയും നേരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ചിത്രത്തിന് അദ്ദേഹം ക്യാപ്ഷനുകളൊന്നും ഇട്ടിട്ടില്ല. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വീണ്ടും ആവർത്തിക്കുന്നു, ഞാൻ സംസാരിക്കുന്ന വ്യക്തി, എനിക്ക് ചില ഇൻഫർമേഷനുകൾ, സൂചനകൾ നൽകുന്ന വ്യക്തി അത് ഈ മൻസൂർ മണലാഞ്ചേരി ആണോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഞാൻ പറയുന്നില്ല. മനസ്സിലായില്ലേ? അത് എനിക്ക് അവിടെയുള്ള ഈ രാഹുലുമായി ബന്ധപ്പെട്ട ഒരാളുമായിട്ടുള്ള ഒരു ബന്ധം, ആ ബന്ധത്തിന്റെ പേരിൽ ചില ഇൻഫർമേഷനുകൾ, ചില സൂചനകൾ നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം തരുന്നതാണ്. പക്ഷെ അപ്പോഴും അദ്ദേഹം ആവശ്യപ്പെടാറുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പേരുകൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞ് സൂചനകൾ മാത്രം നൽകിയാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഒരിക്കലും അതേക്കുറിച്ച് സംസാരിക്കരുത് എന്നുള്ള ഒരു ആവശ്യം അദ്ദേഹം എപ്പോഴും മുന്നോട്ട് വെക്കാറുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിൽ ഡീറ്റെയിലുകളിലേക്ക് പോകാത്തത്. എന്താണെങ്കിലും മൻസൂർ മണലാഞ്ചേരി ഈ പ്രമീള ശശിധരന് കൈ കൊടുത്തുകൊണ്ടുള്ള ഒരു ചിത്രം, അതും ഇന്നലെ നഗരസഭയിൽ അധ്യക്ഷയുടെ റൂമിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം എടുത്ത ഒരു ചിത്രമാണ്. ആ അധ്യക്ഷയുടെ റൂമിൽ
മൻസൂർ മണ്ണാഞ്ചേരി പറഞ്ഞിരിക്കുന്ന കാര്യം സിറ്റീസ് ഡീൽ രാഹുലിന്റെ കരുനീക്കങ്ങൾക്ക് അവസാനഘട്ട തീരുമാനമായിരിക്കുന്നു. ആ തീരുമാനങ്ങൾ ചർച്ചകൾ എല്ലാം അവസാനിച്ചിരിക്കുന്നു. പ്രമീള ശശിധരനും ശിവരാജനും അടങ്ങുന്ന ചില പേരുകൾ പറയാതിരിക്കാൻ കഴിയില്ല. കാരണം നിങ്ങളെല്ലാവരും വലിയ പ്രതീക്ഷയിലാണെന്നറിയാം. ശിവരാജൻ അടങ്ങുന്ന സംഘം കോൺഗ്രസിലേക്ക് നടന്നു കയറുകയാണ്. പാലക്കാട് നഗരസഭയുടെ ഭരണം ഈ പറയുന്ന തെരഞ്ഞെടുപ്പോടുകൂടി, ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ ആഴ്ചയിൽ തന്നെ പ്രഖ്യാപിക്കും. ഈ ആഴ്ചയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന ഒരാഴ്ചക്കുള്ളിൽ, ഈ വീക്കെൻഡ് കഴിഞ്ഞ് അടുത്ത വീക്ക് ഡേയ്സ് പ്രവൃത്തി ദിനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനടി തന്നെ പ്രഖ്യാപനം ഉണ്ടാവും. ആ പ്രഖ്യാപനം വരുന്നതോടുകൂടി നിലവിലുള്ള ഭരണസമിതിയുടെ ഈ പറയുന്ന കാലയളവും അവസാനിക്കും. അതിന് മുന്നോടിയായിക്കൊണ്ട് പ്രമീള ശശിധരനും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിക്കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വന്നാൽ ഉടനെ തന്നെ പ്രമീള ശശിധരൻ അടക്കമുള്ള ആളുകൾ കോൺഗ്രസിലേക്ക് നടന്നു കയറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കേട്ടോ. അപ്പോ ആ കാര്യങ്ങളിൽ ഇറ്റ് ഈസ് ഡീൽ എന്ന് തന്നെയാണ് ഈ പറയുന്ന മൻസൂർ മണ്ണാഞ്ചേരി രാഹുലിന്റെ പ്രതിനിധിയാണ്. രാഹുലിന്റെ കരുനീക്കങ്ങൾ ഇങ്ങനെ നടപ്പിലാക്കുന്ന ആളുകളിൽ ഒരാളാണ് മൻസൂർ മണ്ണാഞ്ചേരി. രാഹുലിന്റെ വിശ്വസ്തനാണ്. പാലക്കാട്ടെ രാഹുലിന്റെ സന്തത സഹചാരിയാണ്. അതോടൊപ്പം രാഹുലിന്റെ വിശ്വസ്തനാണ്, രാഹുലിന്റെ സുഹൃത്താണ്. രാഹുൽ തിരിച്ചു വരണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ച ആളുകളുടെ കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ്. രാഹുലിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും തയ്യാറാക്കി കൊടുത്തുകൊണ്ട് എല്ലാവിധ പിന്തുണയും നൽകുന്ന വ്യക്തിയാണ് മൻസൂർ മണ്ണാഞ്ചേരി. അപ്പോ മൻസൂർ മണ്ണാഞ്ചേരി പറയുന്നു, യെസ് ഇറ്റ് ഈസ് ഡീൽ. പ്രമീള ശശിധരൻ കോൺഗ്രസിലേക്ക് തന്നെ ഉറപ്പിച്ചോളൂ. പ്രമീള ശശിധരൻ മാത്രമല്ല, പ്രഖ്യാപനങ്ങൾ ഉടനടി ഉണ്ടാകും. ഈ ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാക്കുന്ന പിറ്റേ ദിവസം തന്നെ ഈ കോൺഗ്രസ് പ്രവേശനം സാധ്യമാകും എന്നുള്ളത് തന്നെയാണ് പാലക്കാട് നഗരസഭ രാഹുൽ എഫക്റ്റ്. പാലക്കാട് നഗരസഭയിലും രാഹുൽ എഫക്റ്റ്. പാലക്കാട് നഗരസഭ UDF ഭരിക്കും, കോൺഗ്രസ് ഭരിക്കും. എല്ലാ കരുനീക്കങ്ങളും നടത്തുന്നതും അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും നടത്തുന്നതും രാഹുൽ മാങ്കൂട്ടൻ തന്നെ, പാലക്കാടിന്റെ MLA തന്നെ. കാരണം രാഹുൽ അവിടെ ഉണ്ടെങ്കിൽ പാലക്കാട് നഗരസഭയുടെ ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ UDF ക്യാമ്പിനുണ്ട്, കോൺഗ്രസ് ക്യാമ്പിനുണ്ട്. അതിന്റെ ഒരു വെളിച്ചത്തിൽ തന്നെയാണ് ഈ പ്രവർത്തനങ്ങളും ഈ കരുനീക്കങ്ങളും ഒക്കെ നടക്കുന്നതും. ഇവിടെ പാലക്കാട് നഗരസഭ മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അല്ല, മറ്റു ചില സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. അതിനെ കുറിച്ചുള്ള ഒരു വിശദമായ ചർച്ചയുടെ ആവശ്യമുണ്ട്. കാരണം അവിടെയും ഇവിടെയും പറഞ്ഞു വെച്ചുകൊണ്ട് പോകുന്നത് അത്ര ശരിയാവില്ല. അപ്പോ പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിലുള്ള ഈ പറയുന്ന പാലക്കാട് നഗരസഭയുടെ ഭരണം UDF തിരിച്ചു പിടിക്കാൻ പോകുന്നു, കോൺഗ്രസ് തിരിച്ചു പിടിക്കാൻ പോകുന്നു. ഭരണം ഉറപ്പിക്കാനുള്ള എല്ലാവിധ കളികളും രാഷ്ട്രീയ കരുനീക്കങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ പാലക്കാട് നടക്കുന്നു. അതിനുള്ള ഏറ്റവും അവസാനത്തെ ഒരു കൺഫർമേഷനാണ് ഇപ്പോ ഈ പറയുന്ന മൻസൂർ മണ്ണാഞ്ചേരിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. മൻസൂർ മണ്ണാഞ്ചേരി ഈ ഒരു ചിത്രം പങ്കുവെക്കുമ്പോൾ അദ്ദേഹം അതിന്റെ ക്യാപ്ഷൻ ഒന്നും നൽകിയിട്ടില്ല. പക്ഷേ ആ ക്യാപ്ഷനുകളൊന്നും ഇല്ലെങ്കിലും കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് വ്യക്തമാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ലഭിച്ചിരിക്കുന്ന പല സൂചനകളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് ഇത്തരത്തിൽ പല കാര്യങ്ങളും ഇതിൽ നിന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ പാലക്കാട് അസംബ്ലി മണ്ഡലത്തില് പാലക്കാട് മുനിസിപ്പാലിറ്റി ഉണ്ട്, കണ്ണാടി ഗ്രാമപഞ്ചായത്തുണ്ട്, പിരായിരി ഗ്രാമപഞ്ചായത്തുണ്ട്, മാത്തൂര് ഗ്രാമപഞ്ചായത്തുണ്ട്. ഇത്രയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അടങ്ങുന്നതാണ് പാലക്കാട് ഈ പറയുന്ന മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്, അല്ല പാലക്കാട് അസംബ്ലി മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോ ഇതില് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ പറയുന്ന പാലക്കാട് നഗരസഭ. അത് പാലക്കാട് അസംബ്ലി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നഗരസഭ അതിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. അവിടെ ഭരണം നടത്തുന്നത് BJP ആണ്. BJPയുടെ ഭരണസമിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിന്റെ കാലാവധി ഇന്നോ നാളെയോ അവസാനിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതോടുകൂടി അതിന്റെ കാലാവധി അവസാനിക്കുമെന്നുള്ളതാണ്. ആ കാലാവധി അവസാനിക്കുന്നതോടുകൂടി ഈ പറയുന്ന പ്രമീള ശശിധരനും ശിവരാജ്
ഈ പറയുന്ന രാഷ്ട്രീയ കരുനീക്കങ്ങൾക്ക് അവസാനമാകും. രാഹുലിനെ ഞങ്ങൾ കാലുകുത്തിക്കാൻ അനുവദിക്കില്ല. രാഹുലിനെ ഞങ്ങൾ തടയും. രാഹുലിനെ പാലക്കാടിന്റെ മണ്ണില് പൊതുപ്രവർത്തനം നടത്താൻ സമ്മതിക്കില്ല. പൊതുയോഗങ്ങളിൽ പങ്കെടുപ്പിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചവരുടെയും ഭീഷണിപ്പെടുത്തിയവരുടെയും അടിവേരറുക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ പറയുന്ന നഗരസഭ കൂടി കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പാലക്കാട്ടെ BJP ചിഹ്ന ഭിന്നമാകും. പാലക്കാട്ടെ BJPയിൽ അല്ലെങ്കിൽ രാഹുൽ കാരണം ഒരു അടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അടി അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ പറയുന്ന പ്രമീള ശശിധരനും ശിവരാജനും അടങ്ങുന്ന സംഘം കോൺഗ്രസ് ക്യാമ്പിലേക്ക് നടന്നു കയറുന്നതോടുകൂടി പാലക്കാട്ടെ BJP നാമാവശേഷമാകും. നഗരസഭ കൂടി കയ്യിൽ നിന്ന് പോകും. UDF ഭരിക്കും പാലക്കാട് നഗരസഭ. അതിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും രാഹുൽ മാങ്കൂട്ടം ഒരുക്കിയിട്ടുണ്ട്. പ്രമീള ശശിധരൻ ഡീൽ പറഞ്ഞിരിക്കുന്നു, എത്തിയിരിക്കുന്നു കോൺഗ്രസ് ക്യാമ്പിലേക്ക്. സ്ഥിരീകരിച്ചിരിക്കുന്നു രാഹുലിന്റെ വിശ്വസൻ മൻസൂർ മണലാഞ്ചേരി.